ഈ സാരി കൊടുത്ത് ഇറങ്ങ്, പോകാം. ഇതിലൊക്കെ ഉള്ള രസം എന്നേ പോയി. ആ പിള്ളേരുടെ ആഗ്രഹമല്ലേ, പോകാന്ന്. മമ്മി റെഡിയായില്ലേ പപ്പ? ആ ആ മാമച്ചനാ, ഞാനൊന്ന് വെളിയിലോട്ട് പോവുക. വൈകിട്ട് 6 മണിക്ക് എത്തും. മാർച്ച് 15 മുമ്പെങ്കിലും ബില്ല് എത്തിക്കണം. 30 മുമ്പ് പാസ്സായില്ലെങ്കിൽ പിന്നെ താമസിക്കും. ആ അത് സാരമില്ല, പെൻഡിങ്ങിൽ വെക്ക്. ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. ആ എന്താക്കൂ? അവിടെ യൂണിയൻകാർ തമ്മിൽ അഴിയാ. ഒരുത്തന് കുത്തേറ്റ് ആശുപത്രിയില്ല. നാളെ ജോലിക്കാരെ കയറ്റത്തില്ലെന്നാ പറയുന്നത്. മുതലാളി അങ്ങോട്ടൊന്ന് വന്നേ പറ്റൂ. ആ വാസുള്ളയുടെ യൂണിയനാണോ? അവന്റെ തന്നെ. കൂടെ 8-10 റൗഡികളുമുണ്ട്. MLA ക്വാർട്ടേഴ്സ് അല്ലേ? ആ പുരുഷോത്തം ആർക്കൂടെ? ആ മാമച്ചനാ. നെല്ലിമല വർസ്പാട്ടിൽ ഒരു ചെറിയ പ്രോബ്ലം. ആ വാസുള്ളയാ. കഴിഞ്ഞ മാസത്തെ അവന്റെ പടി കുറഞ്ഞു പോയെന്ന് അവൻ പലരോടും പരാതി പറഞ്ഞിരുന്നു. അവൻ അന്നേ കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നതാ. ഒരു കാര്യം ചെയ്യ്, ഒന്ന് റെഡിയായില്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഈ പ്രാവശ്യം അവനെ ശരിക്കൊന്ന് പഠിപ്പിക്കണം. കഴിവ് കയറി ഞാൻ കാറുമായി അവിടെ എത്തും. എനിക്ക് നെല്ലിമലയ്ക്ക് പോകണം, പോയിട്ട് അത്യാവശ്യമുണ്ട്. നിങ്ങൾ 3 കൂടി പൊയ്ക്കോ. അവര് തന്നെ പൊയ്ക്കോട്ടെ, തന്നെ പോകാനുള്ള പ്രായമൊക്കെ ആയി. നിനക്കെന്താ കൂടെ പോയാൽ? എനിക്ക് ഇന്നത്തെ മീറ്റിങ്ങിന് പോയിരിക്കാൻ പറ്റില്ല. നിന്റെ മീറ്റിംഗ് നിങ്ങൾ വണ്ടി എടുത്ത് പൊയ്ക്കോ. ഞങ്ങൾ പോകുന്നില്ല. വേണ്ട ദിശ, നമുക്ക് പോണ്ട. സിനിമ കണ്ടില്ലായിട്ട് ചത്തൊന്നും പോകത്തില്ല. ആ പോകാതിരിക്കും, എന്തെങ്കിലും ചെയ്യേ. പപ്പയ്ക്ക് ബിസിനസ്സും മമ്മിക്ക് ക്ലബുമേ ഉള്ളൂ. ഇവിടെ ആർക്കും ആരോടും സ്നേഹമൊന്നുമില്ല. നീ നാളെ ക്ലാസ് കെട്ടിയിട്ട് ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെ മാറ്റിലേക്ക് പോയിക്കോ. ആരും അറിയത്തില്ല. DYSP അല്ലേ? ആ ഞാനാ മാമച്ചൻ. നെല്ലിമല SI വിളിച്ചൊരു കാര്യം ഒന്ന് പറയണം. അവിടെ എന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് ജോലിക്കാർ തമ്മിലൊരു ബഹളം. ഞാനൊരു 3 മണിക്ക് അവിടെ എത്തും. എനിക്ക് ഒരു 5-6 പോലീസുകാരെ തരാം അവിടുത്തെ SIയോടൊന്ന് പറയണം. കുഴപ്പമൊന്നുമില്ല, സാധാരണ നടക്കുന്നതൊക്കെ തന്നെ. പറ്റിയ രാത്രി കാണാം. ഞാൻ പോവാ. എങ്ങോട്ട്? തിരിച്ച് സ്കൂളിലേക്ക്. വേണ്ട. ടോണി, നിന്റെ പൈസ ഉണ്ടോ? 10-200 എടുത്തും കൊടുത്തൂടെ? നിക്കേ, പിടിക്കേ. കേരള പോവാം. നിന്നെ ബസ് സ്റ്റാൻഡിൽ വിടണോടാ? വേണ്ട. നീ കാറി കഴിക്കോ, ജീപ്പ് പറയാന്നാ മതി. ആ
കാറിന്റെ ശബ്ദം കേട്ട് വിളിച്ചതാണല്ലേ? ഡിസൈൻ ശരിയായില്ലേ? യെസ് മാഡം, ഇറ്റ്സ് റെഡി. വല്ലതും മനസ്സിലായോ? ഹാള്, വരാന്ത, ഓഫീസ് റൂം. സാറ്റിസ്ഫൈഡ്? ജോസിന് തൃപ്തിയാണല്ലോ, അത് മതി. ഏയ്, സിനിമ കാണാൻ പോകാത്തതിലുള്ള പിണക്കം തീർന്നില്ലേ? ദേ എണീക്ക്, ഇരുട്ടി തുടങ്ങി. മമ്മി ഇപ്പൊ വരും. എന്താ, സുഖമില്ലേ? തല വേദനിക്കുന്നു. വിക്സ് ഇട്ട് തടവി തരട്ടെ? വേണ്ട. എങ്കിൽ ചായ കുടിക്ക്, തലവേദന മാറും. വേണ്ട. ഏയ്, ഏയ്, എഴുന്നേറ്റേ, എഴുന്നേൽക്കാൻ. ഞാൻ നോക്ക്. സാരമില്ല, വാ. ഇവിടെ നിൽക്ക്, ഞാൻ പോയി സാറമ്മച്ചടുത്ത് വിളിച്ചോണ്ട് വരാം. അയ്യോ, മോളെന്തിനാ കരയുന്നേ? ഇന്ന് ചിരിക്കേണ്ട ദിവസമല്ലേ? നീ പോയി കുറെ തുണി കയറി എടുത്തോണ്ടോ. ഈ ഉടുപ്പങ്ങൂരിയേക്ക്. വാ വന്നേ, വാ. എഴുന്നള്ളത്തിന് ധാരാളം സമയമുണ്ടല്ലോ. നീ എന്തിനാ അവിടെ ഓടിച്ചത്? ഇല്ലച്ചാ, തുടങ്ങാറായി. മണ്ട, നിന്റെ അച്ഛൻ ചെല്ലാതെ എഴുന്നള്ളത്ത് തുടങ്ങൂടാ. ഇങ്ങനെ നിങ്ങൾ വെറുതെ വന്നോ, ഞാൻ പോവാ. മോള് പോയിക്കോ. എന്താ വാസന്തി? വയ്യ ദേവി, തലവേനിച്ചിട്ട് വയ്യ. നീ സീറ്റിലിരുന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. ഇന്നലെ എന്താ ഉറക്കം വിളിച്ചോ?
ഫയല് നോക്കിയിരുന്നപ്പോ അറിയാതെ മയങ്ങിപ്പോയി. അപ്പൊ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. നിന്റെ മുഖത്ത് നോക്കിയിട്ട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ വീട്ടിൽ പോട്ടെ ദേവി. പോയി കിടന്നു ഉറങ്ങിയാൽ മതി, ക്ഷീണം മാറും. വാ. വാസന്തിക്ക് എന്തോ സുഖമില്ല സാർ. എന്തു പറ്റി? തലവേദന മറ്റാണെന്ന് പറയുന്നു. തീരെ വയ്യാന്ന്. പോണമെങ്കിൽ പൊയ്ക്കോട്ടെ. ഞാൻ പോയിക്കോട്ടെ സാർ. പനിയുണ്ടോ? ഇല്ല, വല്ലാത്ത ക്ഷീണം. ശരി, പൊയ്ക്കോളൂ. താങ്ക് യു സാർ. മെറ്റേണിറ്റി ലീവ് വേണ്ടി വരുമോ ദേവി സാറേ? സാറിനെ അങ്ങോട്ട് നേരിട്ട് ചോദിക്കാമായിരുന്നില്ലേ? അല്ല, ദേവി സാറാണല്ലോ വാസന്തിയുടെ ഒരു ഇന്റിമേറ്റ് സുഹൃത്ത്, അതുകൊണ്ട് ചോദിച്ചു പോയതാ. പിന്നെ ആ നടപ്പും പോക്കും ക്ഷീണവും ഒക്കെ കണ്ടപ്പോ അതാണെന്ന് എനിക്ക് തോന്നി. ആ കാശിയോ വാങ്ങിച്ചായിരുന്ന? നിനക്ക് ക്ലാസ് വേണോ? 5 സ്റ്റാർ വേണോ? 5 സ്റ്റാർ. നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ? പോയി. നല്ല സുഖം തോന്നിയില്ല, ലീവ് എടുത്തു. എന്താന്നാ നിന്റെ അസുഖം? നിനക്കെന്താ മെൻസസ് ആണോ? ഒന്നുമില്ല. പിന്നെ എന്തോന്നാ നിന്റെ അസുഖം? വല്ലാത്ത തലവേദന. ആ, തലവേദന. അത് ഞാൻ മാറ്റിത്തരാം. വല്ല കാമുകന്മാരെയും കാണാമെന്നേറ്റിരുന്നു. ഗോപിയേട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അവധിയെടുത്ത് ഈ നേരം താപ്പീസിന്ന് പോകുന്നത്? നിന്റെ ആ കൂട്ടുകാരിയില്ലേ, ആ ദുബായിക്കാരന്റെ ഭാര്യ, എന്താ അവിടെ പേര്? അവളും നീയും കൂടെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. വാസന്തി, ഗോപിയേട്ടൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. വാസന്തി, വാ ഇവിടെ വരാൻ. ഇരിയുടെ ഇരിയടി ഇവിടെ. എനിക്ക് വയ്യ ഗോപി, ഞാൻ പോട്ടെ. ഇരിക്കാൻ.
നിന്നെ ഞാൻ എടാ ഗോപി എന്താടാ ഇത് എന്താ